മിന്നുമണി നമ്മുടെ മിന്നുമണി. മാഗസിൻ സമിതി. മിന്നുമണി ആൺകുട്ടികൾ അടക്കി ഭരിച്ച പാടത്തെ ക്രിക്കറ്റ് കളികൾക്കിടയിൽ കാത്തിരുന്ന് ബാറ്റും ബോളും കയ്യിലേന്തിയ കൊച്ചു പെൺകുട്ടിയിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിനെ അന്താരാഷ്ട്ര തലത്തിൽ പ്രതിനിധീകരിക്കുന്ന ആദ്യ മലയാളി എന്നതുവരെ വളർന്നു നിൽക്കുന്ന കേരളത്തിൻ്റെ വയനാടിൻ്റെ ചോയിമൂലയുടെ കുറിച്യരുടെ മിന്നുമണി തിരുവനന്തപുരം സർക്കാർ വനിതാ കലാലയത്തിൻ്റെ മിന്നുമണിയാണ്. തിളക്കമേറെയുള്ള പൂർവ്വ വിദ്യാർത്ഥിനിയാണ്. ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ബാറ്റിനോടും ബോളിനോടും തോന്നിയ അടുപ്പം വളർച്ചയിലും മാറിയിരുന്നില്ല. മുറ്റത്തെ ക്രിക്കറ്റ് കളി പാടത്തേക്ക് ചുവടുവെച്ചു. പിന്നീട് എതിർക്കപ്പെട്ട ചുറ്റുപാടുകളിൽ നിന്നും സാമൂഹ്യ പരിമിതികളിൽ നിന്നും മാതാപിതാക്കളായ വസന്തയും മണിയും എൽസമ്മ ടീച്ചറും വയനാട് ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി നാസിർ മച്ചാനും കേരള ക്രിക്കറ്റ് അക്കാദമിയും കൃഷ്ണഗിരി സ്റ്റേഡിയവും മിന്നുമണിയെ ഒരുമിച്ചുയർത്തിക്കൊണ്ടുവന്നു. 16-ാം വയസ്സിൽ കേരളത്തിനായി അരങ്ങേറ്റം. വനിതാ പ്രീമിയർ ലീഗിൽ ഇടം നേടുന്ന ആദ്യ വനിതാ താരം, ഇന്ത്യൻ വനിതാ സീനിയർ ടീമിലെ ആദ്യ മലയാളി, ഇന്ത്യൻ എ ടീം ക്യാപ്റ്റൻ, രാജ്യാന്തര കരിയറിലെ ആദ്യ ഓവറിൽ ഷമീമ സുൽത്താനിയെ വീഴ്ത്തി കന്നി വിക്കറ്റ്, അരങ്ങേറ്റ മത്സരത്തിൽ ഒട്ടും വിട്ടുകൊടുക്കാതെ 5 വിക്കറ്റിൻ്റെ നേട്ടം, T20, ഏഷ്യൻ ഗെയിംസ് ടൂർണമെൻറ്റുകൾ നേട്ടങ്ങൾ ചരിത്രങ്ങൾ കൂടിയാകുന്നു. ബാറ്റും ബോളും ഏന്തിയ കേരളത്തിൻ്റെ കൊച്ചു പെൺമക്കൾക്ക് മുൻപേ വഴിതെളിച്ചുകൊണ്ട് ഇന്ത്യയെ നയിക്കുന്നവരുടെ പട്ടികയിൽ നമ്മുടെ വിലാസം എഴുതി ചേർത്തിരിക്കുന്നു. മാനന്തവാടിയിൽ മിന്നുമണി ജംഗ്ഷൻ ഉണ്ടായിരിക്കുന്നു. ഇന്ത്യൻ ടീമിലെ സ്ഥിരാംഗത്വവും റെക്കോർഡുകളും ലോകകപ്പുമെല്ലാം മുന്നോട്ടും ഊർജം പകരുന്ന സ്വപ്നങ്ങളാണ്. സ്വപ്നങ്ങൾ ആകാശം കാണിക്കാനും ലക്ഷ്യങ്ങൾ എറിഞ്ഞു വീഴ്ത്താനുമുള്ളവ. ഇനിയും മിന്നുമണി മിന്നി മിന്നി തിളങ്ങട്ടെ. കൺപാർത്തിരിക്കുന്നു, കാതോർത്തിരിക്കുന്നു പ്രിയ കലാലയം.